സഖാവേ, എന്തായി ഇന്നലത്തെ നിങ്ങളുടെ PB യോഗം? അതെന്താവാൻ, ഇന്നത്തെ നമ്മുടെ ബൂർഷ്വാ പത്രം എഴുതിയ പോലെ ഇന്നലത്തെ ആ PV പരീക്ഷയിലും ഞങ്ങളുടെ VS തോറ്റു സഖാവേ, അത്രേ ഉള്ളൂ. VS സഖാവ് തോറ്റോന്നൊന്നും പറയാതെ സഖാവേ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് അതിയാണെന്ന് കൊച്ചു കൊളുപ്പാൻ കാലത്ത് ഡൽഹി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലയോ? അതിനർത്ഥം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തോറ്റ് പിന്മാറാൻ VS തയ്യാറല്ല എന്നല്ലയോ? VS സഖാവ് ആ പറഞ്ഞത് ഞങ്ങളുടെ ലാവലിംഗ് കേസ് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല സഖാവേ. അതാ ഇടമലയാറും ബ്രഹ്മപുരവും പിന്നെ ആ പാമോലിംഗ് കേസും ഉദ്ദേശിച്ചിട്ടാ ആ സഖാവ് ഈ കീച്ച് അറിയോ? ദേ, ഇനി ആ കേസ് ഇട്ട് ഉദ്ദേശിച്ചാണേച്ചാ കൂടി VSന്റെ ഈ പോരാട്ട കാഹളത്തിന് പിണറായി വിജയൻ അവർ ഇന്ന് രാവിലെ തന്നെ നല്ല ചുട്ട മറുപടി കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ? എന്തിനാണ് പറഞ്ഞ? അത് അഴിമതിക്കെതിരെ VS നടത്തിയ ഈ പോരാട്ടങ്ങളെല്ലാം പാർട്ടി തീരുമാനങ്ങളായിരുന്നു, അല്ലാതെ ഒറ്റയാൻ പോരാട്ടങ്ങളായി ആരും അതിനെ കാണണ്ടെന്നാ ആ വിദ്വാൻ എന്ന് പറയണ്ടായേ. സാറേ, അപ്പൊ ഇന്നലത്തെ ആ ഒടുക്കത്തെ PB കഴിഞ്ഞിട്ടും ഈ സാറന്മാര് തമ്മിലുള്ള ഓടക്ക് തീർന്നിട്ടില്ല ഇല്ല സാറേ? ഇനി എന്ത് ഉടക്കുപുള്ളേ? ലാവലിംഗ് കേസിൽ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അന്നത്തെ സർക്കാരിന്റെയും തീരുമാനം മന്ത്രി എന്ന നിലയിൽ പിണറായി മൂപ്പർ നടപ്പാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓരോ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നവരെ നമ്മൾ വെറുതെ വിടൂലാന്ന് ആ കാരാട്ട് മൂപ്പർ ഇന്നലെ പച്ചക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആരും ആരോടും ഉടക്കിയിട്ട് ഒരു കാര്യവുമില്ല. അല്ല ആചാര്യ, അങ്ങനെയാണെങ്കിൽ ഈ ലാവലിംഗ് കേസിൽ അന്ന് LDF കൺവീനർ ആയിരുന്ന VSന് കൂടി പങ്കുണ്ടെന്നാണോ കാരാട്ട് സഖാവ് ഈ പറഞ്ഞതിനർത്ഥം? പിന്നെ അല്ലാതെ, അതല്ലേ ഈ ഇടപാടിൽ പിണറായി വിജയൻ സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാരാട്ട് അവർ ഇന്നലെ വെല്ലുവിളിച്ചേ. ആ വിദ്വാൻ ഈ വെല്ലുവിളി നടത്തിയത് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരോടാണ് വെച്ചാലും വാസ്തവത്തിൽ അത് VSനോടാണെന്നുള്ളത് ആ സത്യം. അണ്ണാ, അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഒറ്റയ്ക്കായ നമ്മളെ VS അണ്ണൻ ഇനി എന്തിനു ചെയ്യണ? എന്ത് ചെയ്യാൻ? ഒന്നുകിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന് അഴിമതിക്കെതിരെ പോരാടുക, ഇല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ സെക്രട്ടറിന്റെ പോലും പിന്തുണയില്ലാതെ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. ഇതിലൊന്നേ ഇനി VS മൂപ്പർക്ക് ചെയ്യാനുള്ളൂ. ഇത് രണ്ടായാലും കണക്കാന്നുള്ളത് വേറൊരു സത്യം. VS സഖാവിനി എന്നാ ചെയ്താലും പണ്ടാരോ പാടിയ പോലെ കൊതിപ്പിച്ച് കടന്നുപോയ കുട്ടനാട്ടുകാരിയെ പോലെ അതിയാൻ ഒരിക്കൽ കൂടി നമ്മൾ ജനത്തെ നിരാശപ്പെടുത്തി എന്നുള്ളതാ വേറൊരു സത്യം. ഇല്ലാത്തത് പറഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ ഉള്ളത് പറഞ്ഞ് മരിക്കുന്നതാണ് നല്ലത്.